ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചുമ്മാ ഒരു ഡേ ഔട്ട് ഇൻ ബാംഗ്ലൂരാണ്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. സോ നമ്മൾ ആദ്യം പോകാൻ പോകുന്നത് സാഗർ എന്ന് പറഞ്ഞൊരു ഹോട്ടലിലേക്കാണ്. ഇത് വരുന്ന രാജാജി നഗർ കേട്ടോ. ഇൻസ്റ്റ എടുത്ത് നോക്കിയാൽ ഫുൾ ഇവരുടെ മാംഗോ ജ്യൂസിന്റെ വീഡിയോസും റീൽസും മാത്രമേ അത്യാവശ്യം നല്ല ക്രൗഡും ഉണ്ടായിരുന്നു. പിന്നെ ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 365 ഡേയ്സും ഇവിടെ മാംഗോ മിൽക്ക് ഷേക്ക് അവൈലബിൾ ആണ്. അതേപോലെ സ്ട്രോബെറി മിൽക്ക് ഷേക്കും ഇവിടുത്തെ സ്പെഷ്യലാണ്. അപ്പൊ ഇത് രണ്ടും ട്രൈ ചെയ്യാമെന്ന് തീരുമാനിച്ചു. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തു കേട്ടോ. 150 റുപ്പീസ് എന്തുവാണ് വരുന്നത് മാംഗോ മിൽക്ക് ഷേക്കിന്, മറ്റേ 110 ആണെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ച് ഓവർ പ്രൈസ്ഡ് ആണെന്ന് തോന്നി, പക്ഷെ മിൽക്ക് ഷേക്ക് നല്ല തന്നെയായിരുന്നു. നെക്സ്റ്റ് നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് പോകുന്നത് നാഗാർജുനയിലാണ്. അപ്പൊ ഇവിടെ ഇത് ആന്ധ്ര മീൽസ് കഴിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ കയറുന്നത്. അപ്പൊ നമ്മൾ അത് തന്നെ ഓർഡർ ചെയ്ത്. മീൽസിന്റെ കൂടെ കുറച്ച് കൂട്ടം കറികളുണ്ട്, സാമ്പാർ, രസം, പിന്നെ തൈര്, പായസം ഒക്കെ വരും. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് ആ വൈറ്റ് റൈസിന്റെ അകത്ത് അവരൊരു പരിപ്പ് കറി കൊണ്ടുവരും. അതും ഗീയും പിന്നെ ഒരു പൗഡറും ഉണ്ട്, ഒരു ഗൺ പൗഡർ എന്ന് പറഞ്ഞിട്ടുള്ള അതും ഉള്ളൊരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയാണ്. ഇവിടെ പിന്നെയും വേറെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ, നോൺ വെജ് ഐറ്റംസും അതേപോലെ ബിരിയാണി, അങ്ങനത്തെ കുറേ ഐറ്റംസ് വേറെ ഉണ്ട്. പക്ഷെ ഇവിടെ വരുന്നത് ഈ ഒരു മീൽസ് കഴിക്കാൻ വേണ്ടിയാണ് സ്പെഷ്യലായിട്ട് വരുന്നത്. ഇതിപ്പോ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റില്ല, ഫുഡ് സ്പോട്ട്സ് ഇൻ ബാംഗ്ലൂർ എന്നും പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു വീഡിയോ പോയി. പിന്നെ നമ്മൾ ലുലുവിൽ പോയത്, ഇവിടെ കുറച്ച് സാധനങ്ങൾ വീട്ടിലേക്ക് വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് രാമേശ്വരം കെഫേയിലേക്കാണ്. എൻ്റെ ഒരു കസിൻ ബാംഗ്ലൂർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുള്ളിക്കാരത്തിനെ മീറ്റ് ചെയ്യാൻ അവിടെയാണ് പോകുന്നത്. പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ രാമേശ്വരം എത്തി. സമയം അത്യാവശ്യം ലേറ്റായി, ഒരു 7:30 ഒക്കെ ആയി. അപ്പം നമുക്ക് ഡിന്നറും കൂടി കഴിച്ചിട്ട് പോവാം. ഇവിടെ നിന്ന് ചേച്ചീനെ കണ്ടു, കുറച്ചു നേരം വേണ്ടി പറഞ്ഞിരുന്നു. പിന്നെ ഇവിടെ സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസ് എന്ന് പറയുന്നത് ഗീ പൊടി ദോശ, മസാല ദോശ, പിന്നെ ഗീ പൊടി ഇഡ്ഡലി, അങ്ങനെയൊക്കെയാണ്. അപ്പം നമ്മളിത് അവിടെ കോക്കനട്ട് റൈസ് ട്രൈ ചെയ്യാൻ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ സ്ഥിരം സാധനം ഗീ പൊടി മസാല ദോശ. എനിക്ക് ഇവിടുത്തെ ഇതും ഈ തേങ്ങാ ചമ്മന്തിയും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത് നമ്മൾ ട്രൈ ചെയ്തു. പിന്നെ ഇവിടെ നമ്മളിന്ന് ഡെസേർട്ടിന് സ്പെഷ്യലായിട്ട് പഞ്ചാമൃതാന്ന് തോന്നുന്ന പേര്, അങ്ങനത്തെ ഒരു ഡെസേർട്ട് വാങ്ങിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഗഡ്ബഡും പിന്നെ ഒരു ഐസ്ക്രീമും. അത്രയാണ് ഇന്ന് നമ്മൾ ട്രൈ ചെയ്യുന്നത്. ഫുഡൊക്കെ കഴിച്ച് വയറ് ഫുള്ളായി. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല, ഇനി നമ്മൾ വീട്ടിലേക്ക് പോവാണ്. അപ്പം അത്ര ഉള്ള ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ ഈ വീഡിയോയുടെ അടിയിൽ ഒരു ലൈക്കും കൂടി കൊടുക്കണം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ.